തിരുവനന്തപുരം SITയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ ശിവപ്രിയയുടെ ഭർത്താവ് മനു ഒരു സാധാരണക്കാരനും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകരുത്, തികഞ്ഞ അലംഭാവമാണ് ആശുപത്രിയിൽ നിന്ന് ഉണ്ടായത്, പോലീസിന് കൃത്യമായി ഒന്നും ചെയ്യുന്നില്ലെന്നും മനു പ്രതികരിച്ചു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാനെത്തിയപ്പോഴായിരുന്നു മനുവിന്റെ പ്രതികരണം. എന്തായാലും ആരോഗ്യമന്ത്രി ഉൾപ്പെടെ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചൊരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെയൊക്കെ കുത്തിയിരുന്ന് പ്രതിഷേധമൊക്കെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രി ഇപ്പോൾ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചു. അതിൽ വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടെന്ന് കേട്ടാൽ അത് വളരെ വിശ്വാസക്കുറവുണ്ട്. കാര്യമെന്ന് വെച്ചാൽ ഗവൺമെൻറ് അന്വേഷണം എല്ലാ അന്വേഷണങ്ങളും ഇങ്ങനെ പ്രഖ്യാപിക്കുക മാത്രമേ ഉള്ളൂ. അതിന് ഇതുവരെ ഒരു അന്ത്യം ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ ഈ മെഡിക്കൽ കോളേജ് എനിക്കൊന്ന് മെഡിക്കൽ കോളേജിലെ രോഗികളെ ഇവിടെയുള്ള ഡോക്ടർമാർ പഠിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ചികിത്സിച്ച് ഭേദമാക്കണം എന്നുള്ളൊരു ഇതല്ല. ഈ ഞാൻ തന്നെ 19-ആം തീയതി ഇവിടെ അഡ്മിറ്റായി 22-ആം തീയതി പ്രസവിച്ചിട്ട് 24-ആം തീയതി വീണ്ടും വന്നപ്പോൾ അവർ ഈ ഇൻഫെക്ഷനായി വന്ന സമയത്ത് ഇവിടുന്ന് പോയപ്പോഴേ പനിയുണ്ടായിരുന്നു. ഇൻഫെക്ഷനായി വന്ന സമയത്ത് അവർ നമ്മളെ കുറ്റപ്പെടുത്താനാണ്, അതെല്ലാം നമ്മളെ തലയിൽ വെച്ച് കെട്ടാനാണ് ശ്രമിച്ചുകൊണ്ട്. ഇന്നലെ തന്നെ ഈ സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ എൻ്റെ വൈഫിൻ്റെ സഹോദരൻ വന്ന സമയത്ത് അവൻ മൊഴി ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ അതൊന്നും പറയണ്ടെന്നാണ് പറയുന്നത്. അതായത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് തൃപ്തികരമായിട്ടുള്ള രീതിയല്ല. ഇപ്പം മൊഴി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുശേഷം എപ്പോഴായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകളിലേക്ക് നിങ്ങൾ കടക്കുക? 10 മണി 12 മണിയാവുമെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല. സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകളാണ്. കാരണം ഡോക്ടർമാർ പറയുന്നത് മാത്രമേ അവർക്കറിയൂ, അതിനപ്പുറം ഒന്നും അറിയില്ല. ഈ അണുബാധ ഉണ്ടായ സമയത്തും വീട്ടിൽ നിന്നുണ്ടായി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമല്ലേ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ട്? അതെ, നമ്മൾ വന്നപ്പോൾ നമ്മുടെ പെരുമാറിയ രീതി അങ്ങനെയാണ്. കാര്യം വെച്ചാൽ എൻ്റെ അമ്മയൊക്കെ ഒരു രീതിയിൽ വല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും നിങ്ങൾ സ്വന്തം മോളല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കിയെന്നുള്ള രീതിയിലേക്കാണ് സംസാരിച്ചത്. പിന്നെ നമ്മൾ ഇവിടെ സത്യം പറഞ്ഞാൽ ചികിത്സിക്കാൻ പറഞ്ഞവരിട്ട് കൊല്ലുകയാണ് ചെയ്യണത്. കാര്യമെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾക്കും എന്നുവെച്ചാൽ നമുക്ക് ഈ ബൈസ്റ്റാൻഡറായിട്ട് ഇരിക്കണവർക്ക് ഇരിക്കാനോ ഉറങ്ങാനോ കഴിക്കാനോ ഉള്ള സമയം പോലും കിട്ടില്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഓടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എല്ലാം ഫ്രീ ആണ് എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാത്തിനും പൈസയാണ്. എനിക്ക് തന്നെ ഏകദേശം ഒരു 1 ലക്ഷം രൂപ അടുപ്പിച്ച് 3 ദിവസം കൊണ്ട് ചിലവായി. അത് കഴിഞ്ഞാണ് ഞാൻ ഈ ബാക്ടീരിയയുടെ കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ച സമയത്താണ് പിന്നെ എല്ലാം ഫ്രീ ആയത്. ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയുടെ നാട്ടിലാണ് ഇത്തരത്തിലൊരു അനുഭവം ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ വേദന തന്നെയാണ് ഈ കുടുംബത്തിനുള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് എത്തരത്തിലായിരിക്കും കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുക എന്നതിനനുസരിച്ച് നടപടികളിലേക്കും സമരത്തിലേക്കും ഒക്കെ കടക്കുമെന്ന് തന്നെയാണ് ശിവപ്രിയയുടെ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത്. ക്യാമറമാൻ മനോജിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, തിരുവനന്തപുരം.